സുവിശേഷം അധ്യായം 2 1 മുതലുള്ള വാക്യങ്ങൾ. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്ക് എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. എന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽപ്പനകൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 ആഴ്ച കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരുടെ അടുത്ത് കൊണ്ടുചെല്ലുവിനെന്ന് അവർ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം കുടിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകൻ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വാങ്ങുന്നു. അതിഥികൾ ലജ്ജ പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു കഴിയും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. കർത്താവങ്ങയിലൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
ഈ തിരുക്കർമ്മത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നവദമ്പതികളാകാൻ പോകുന്ന ജോസഫിനെയും അൽഫോൻസയെയും ഈ ഒരു ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ പറയാറ് വിവാഹങ്ങളൊക്കെ നടക്കുക സ്വർഗത്തിൽ ആണെന്നാണ്. പക്ഷെ ഇവർ ജീവിക്കേണ്ടത് ഈ ഭൂമിയിലാണ്. അതിനാൽ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സഹകരണങ്ങളും നമ്മുടെ സപ്പോർട്ടുകളും ഇവർക്ക് ആവശ്യമാണ്. അതിനാൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ഇവരെ ഓർക്കുവാനും കൂടെ ചേർന്ന് നിർത്തിക്കൊണ്ട് പുതിയൊരു കുടുംബത്തിന്റെ സഭയുടെ പുതിയ ഒരു മക്കളായി തരുവാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ഈ കർമ്മങ്ങളിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പുത്രഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം നിന്റെ സ്നേഹം മൂലം നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിധിയേറിയ കാഴ്ചകളുമായ രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ അനേകന്മാരവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളുകൾ പോലെയുമായിരിക്കും. സകല സൗഭാഗ്യങ്ങൾ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. ഇതുകൊണ്ട് ഞങ്ങൾ ആത്മീയ സൃഷ്ടാവാകുന്നു, സർവ്വത്തിലെയും നാഥനായി നീക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സത്യമായി ഞങ്ങളുടെ ശരീരം ഉയർപ്പിക്കുന്നവനും രക്ഷിക്കുന്നവനും ജീവനക്കും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥൻ എന്നേക്കും. അങ്ങയുടെ സ്വഭാവത്തിലെപ്പോ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് തന്നെ കാണിക്കുകയും ചെയ്യണമേ. പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് എഫെസസ്സുകാർക്ക് എഴുതിയ ലേഖനം കർത്താവെ ആസ്വദിക്കണമേ. അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോട് ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരുന്നതുപോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്ന പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് വേണ്ടി തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്നപോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ടുചേർന്ന് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ.
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകന്മാരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അത് അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, മക്കളെ, നമ്മളെല്ലാവരും കൂടെ ഒത്തിരിയേറെ സന്തോഷത്തോടെ ആയിരിക്കുക. അതിന് കാരണം നമുക്കറിയാം, ഇന്ന് 2 രൂപതകൾ തമ്മിൽ, അതുപോലെ തന്നെ 2 ഇടവകകൾ തമ്മിൽ, അതുപോലെ തന്നെ 2 കുടുംബങ്ങൾ തമ്മിൽ, അതിനേക്കാൾ കൂടുതലായി 2 വ്യക്തികൾ തമ്മിൽ ഒന്നിക്കുന്ന ദിനമാണ്. ആ വലിയ സന്തോഷത്തിലാണ് നാം ഓരോരുത്തരും ഇവിടെയായിരിക്കുക. അതിനെ തന്നെ ആ വലിയ സന്തോഷത്തിൻ്റെ എല്ലാ ഭാവങ്ങളും നന്മകളും പ്രത്യേകിച്ച് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം കണ്ട് ഇവിടെയായിരിക്കുന്ന ജിതിനം അനിറ്റിക്ക് നേരുകയാണ്. ഞാൻ വിചാരിക്കുന്നു, നമ്മുടെ എല്ലാ സ്വപ്നം പോലെ, ഇവരുടെ സ്വപ്നം പോലെ അത് ദൈവത്തിൻ്റെയും സ്വപ്നമാണെന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായും ദൈവം വിഭാവനം ചെയ്തിരിക്കുന്നതാണ് ഓരോ കുടുംബം രൂപീകരിക്കുക എന്നുള്ളത്. നിങ്ങളുടെ ഒരു വിളിയാണ്, ദൈവത്തിൻ്റെ ഒരു വിളിയാണെന്ന് ഞാൻ പറയും. ദൈവവിളി എന്ന് പറയുന്നത് ഒരു അച്ഛനോ സിസ്റ്ററോ ആകുന്നത് മാത്രമല്ല, മറിച്ച് കുടുംബജീവിതത്തിലേക്കുള്ളത് ഒരു വലിയ വിളി തന്നെയാണ്. ദൈവം ഒന്നിച്ച് ചേർക്കുന്ന മനോഹരമായ ദൈവവിഭാവനം ചെയ്തിരിക്കുന്ന സകലമായ ജീവിതം നയിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത 2 വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. അതിന് കാരണവും നമുക്കറിയാം. ഇന്ന് 2 പേരും 2 ദേശങ്ങളിൽ നിന്നാണ് ഒന്നിച്ച് ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 2 കുടുംബത്തിൽ നിന്നാണ് ഒന്നിച്ച് ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 2 വ്യക്തികൾ, ഒരാൾ പുരുഷനാണ്, സ്ത്രീയാണ്. 2 പേർക്കും 2 പേരുടേതായ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ജിതിനെ സംബന്ധിച്ച് ജിതിന്റെ ഈ ദേശത്തിന്റെയോ ജിതിന്റെ കുടുംബത്തിൻ്റെതായ അതുപോലെ തന്നെ ജിതിന്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെതായ ഒത്തിരി സവിശേഷതകൾ ജിതിനിലുണ്ട്. അതുപോലെ തന്നെ അനീറ്റയിലുമുണ്ട്. അനീറ്റയുടെ കുടുംബത്തിൻ്റെതായ വ്യക്തിപരമായ ജീവിതത്തിൻ്റെതായ എല്ലാ സവിശേഷതകളും കൂടിയാണ് അനീറ്റ ഇവിടെ ഇരിക്കുക. ഇന്ന് വരെ സ്വതന്ത്രമായ മനസ്സോടുകൂടി ഞാൻ എന്ന വ്യക്തിക്ക് വേണ്ടി മാത്രം ജീവിക്കുക, അല്ലെങ്കിൽ ഒരുപക്ഷെ കുടുംബത്തിന് വേണ്ടി കുറെ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ തീരുമാനങ്ങളെല്ലാം എനിക്ക് സ്വന്തമായി എടുക്കാമായിരുന്നു ഇന്ന് വരെ. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല. നിങ്ങൾ 2 പേരും ദൈവം ഇവിടെ സംയോജിപ്പിക്കുകയാണ്. നിങ്ങൾ ബൈബിളിൽ സത്യം ചെയ്യാൻ പോവുകയാണ്. ഇന്ന് മുതൽ മരണം വരെ പറയുക. കുറച്ചു കാലത്തേക്കല്ല, ഞങ്ങളുടെ ഈ മധുവിതൊക്കെ കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോൾ ഞങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചുകൊള്ളാമെന്നല്ല നിങ്ങൾ വാഗ്ദാനം ചെയ്യാൻ പോകുക. മറിച്ച് ഇന്ന് മുതൽ മരണം വരെ ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും എല്ലാം ഞങ്ങൾ ഒന്നിച്ചായിരിക്കുമെന്നാണ് നിങ്ങൾ ഇവിടെ വാഗ്ദാനം ചെയ്യാൻ പോവുക. ഒരുപക്ഷെ ഇന്നത്തെ സുവിശേഷത്തിൽ അല്ലെങ്കിൽ പൗലോസ്ലീഹ ലേഖനത്തിൽ എന്ന് പറഞ്ഞു വെച്ചിരുന്നത് ഇതാ എളുപ്പമാർഗം ഇതാണ്. ഇതാ ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണം, സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കുവാനാണ് പൗലോസ്ലീഹ പറയുക. അത് തന്നെ ഭാര്യയും അത് തന്നെയാണ് ചെയ്യേണ്ടത്, ഭർത്താവിനോടും ചെയ്യേണ്ടത് ഇത് തന്നെയാണ് പറയുക. ഇത് തന്നെ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊരാളെ
എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിലേക്ക് വരുന്ന ജിതിനെ സംബന്ധിച്ച് ജിതിനും എങ്ങനെയാണ് എഴുതേണ്ടത്? സ്വന്തം സ്നേഹിത്തെ എന്ന പോലെ സ്നേഹിക്കണം. എന്റെ സ്വന്തമായി സ്നേഹിച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെ തന്നെ ആയിരിക്കും. സാധാരണഗതി അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ സ്നേഹിക്കണമെന്നാണ് പൗലോസ് പറഞ്ഞത്. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഈ വാഗ്ദാനം അവസാനം വരെ പാലിക്കുവാൻ ഏറ്റവും നല്ല മാർഗം. ഈശോ ആ ഭവനത്തില് ഉണ്ടായിരുന്നു, മാതാവ് അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. മാതാവ് ഓൾറെഡി ആ കുടുംബത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ ബന്ധുവോ അല്ലെങ്കിൽ അത്രയും നല്ല ബന്ധമുള്ള ഒരാളാണ് ആ കുടുംബമായിട്ട്. മാതാവ് ഓൾറെഡി അവിടെ എത്തിയിരുന്നു. ഈശോയും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. അപ്പൊ ഈ കുടുംബത്തില് ഈശോയും മാതാവും ശിശുമാരെല്ലാം അവിടെ സന്നിഹിതരാണ്. ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ആ കുടുംബത്തില് പ്രധാനപ്പെട്ട ഒരു ഐറ്റമായിട്ട് വിളമ്പുന്നതാണ് അവരുടെ കൾച്ചറനുസരിച്ച് വീഞ്ഞ്. വീഞ്ഞ് തീർന്നു പോവുകയാണ്. ആ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ആ കുടുംബത്തിന് മാനഹാനി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അമ്മ ഓടിച്ചെല്ലുകയാണ്. കുടുംബത്തെ വിഷമം മനസ്സിലാക്കി തന്റെ മകന്റെ പക്കലേക്ക് ചെന്ന് പറഞ്ഞു, ഇതാ അവർക്ക് വീഞ്ഞ് തീർന്നു പോയി. ഈശോ പറയുന്ന മറുപടി, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. ഇതാ ഇന്ന് വരെ ഞാൻ ഒരു അത്ഭുതവും പ്രവർത്തിച്ചിട്ടില്ല, ഞാൻ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടില്ല. പരസ്യ ജീവിതം തുടങ്ങുന്ന ഭാഗമാണ് ഈശോയുടെ. ഇന്ന് വരെ ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ആ അമ്മ ചെയ്തത് പരിചാരകരോട് പറയുകയാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അമ്മ ഇവിടെ നിന്ന് പോവുകയാണ്. അമ്മയുടെ വലിയ വിശ്വാസമാണ് കാണിക്കുന്നത്. തൻ്റെ മകനോടുള്ള വലിയ വിശ്വാസം അവിടെ പറഞ്ഞു കൊടുത്തിട്ട് അമ്മ കടന്നു പോവുകയാണ്. നിങ്ങളുടെ ജീവിതം എന്നും മധുരതരമായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഈ കുടുംബജീവിതം, ഇന്ന് ആരംഭിക്കുന്ന ഈ കുടുംബജീവിതം ഒന്നിച്ച് ജീവിച്ചുകൊള്ളാം. സന്തോഷത്തിലും ദുഃഖത്തിലും സന്താപത്തിലും എല്ലാം ഒന്നിച്ചായിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ മനോഹരമായ ഒരു കുടുംബമായി തീരട്ടെ. ചുറ്റുമുള്ളവർക്കെല്ലാം മാതൃകപരമായി ജീവിക്കുന്ന മനോഹരമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ഏറെ സ്നേഹപൂർവ്വം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സന്തോഷത്തോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നീക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുകയും കിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കരങ്ങളിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവിനും പരിശുദ്ധാത്മാവായ സർവേശ്വരായി നയിക്കും. പ്രിയ സഹോദര യോധവരും വിവാഹം പ്രദാശകൻ ബന്ധുരാകാൻ പോകുന്നു. ഈ പ്രദാശകർക്ക് നമുക്കെല്ലാവർക്കും ഭക്തികളും ശ്രദ്ധകളും കൂടി മൗനമായി പ്രാർത്ഥിക്കുക. നൽകിയ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹവാനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യഭർത്തന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശകളും ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ചെയ്യണമേ. പിതാവിനും പരിശുദ്ധാത്മാവായ സർവേശ്വരായി നയിക്കും. മണവാട്ടി നിന്നെ ഇതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ. ആനന്ദിക്കുക പ്രിയപുത്രീ, ആത്മവിഭൂഷിത മണവാട്ടി നിന്നെ ഇതാ തിരുമണവാളൻ മണവറയിങ്കൽ നയിച്ചല്ലോ. മനസ്സിലേക്ക്
വിശ്വസ്തരെ എത്തിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷങ്ങൾ സ്നേഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് വിശുദ്ധരായിരിക്കുവാനും അതിനുത്തരമായിരിക്കുന്ന കുരിശ് അവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തരുടെ ആളായിരിക്കുകയും ചെയ്യട്ടെ. ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെ വിശ്വസ്തരുടെ ആളായവർ പരസ്പരം അണിയുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിശ്ചാത്മാവിനെ അലങ്കരിക്കുന്ന കാരണവാനായ കർത്താവേ, ഈ മന്ത്രകൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. ദിനമണമാക്കിയ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പരം സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാവുന്ന വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും വിശുദ്ധാത്മാവിനാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ ശിഹായപ്പോൾ നിങ്ങളുടെ കർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ബുദ്ധിയുമായ ശുദ്ധിയോടെ നിങ്ങൾ ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ സ്ഥിരമാർഗ്ഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്നേഹം നന്ദിയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശാല സ്നേഹത്തിൽ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും കർത്താവായ ദൈവമേ, സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ.
തിരുവചനം ഉള്ളിൽ പകരേണമേ. ദിനവും തവ തിരുകൃപകൾ എന്നിൽ ചൊരിയണമേ. നാഥാ, നിൻ തിരുവചനം ഉള്ളിൽ പകരേണമേ. ദിനവും തവ തിരുകൃപകൾ എന്നിൽ ചൊരിയണമേ. വചനമായെന്നുള്ളിൽ വന്നു ആത്മാവിൻ പൂജ്യമായി മാറി. സ്നേഹമായെന്നുള്ളിൽ വന്നു മനതാരിൽ നൽശ്രുതി നീട്ടി. കാരുണ്യക്കടലാകും തമ്പുരാനേ, എന്നെ നിൻ തമ്പുരുവായി മാറ്റൂ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദൈവം തുണയാ
ദിവ്യാനുഗ്രഹം എന്നെന്നും. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Were creation suddenly articulate with 1,000 tongues to lift one cry? Then from north to south and east to west, we'd hear Christ be magnified. Were the whole earth echoing His imminence? His name would burst from sea and sky, from rivers to the mountain tops. We'd hear Christ be magnified.
we stand, the world awaits. We'll let the stars tonight light the way. Hand in hand, through light or rain, it's your constant love that gives me strength. Under the starlight we'll find our way, I know. This is the start of something beautiful. With you by my side, there's no place that we can't go. This is the start of something beautiful. When the wind moves along your face, it captures everything I long to say. मैं तेरी आंखों का साहिल, मैं तेरे दिल के ही काबिल, तू मुसाफिर मैं तेरी मंजिल। इश्क का दरिया है बहता, डूब जा तुझसे है कहता, आ मेरी बाहों में आके मिल। ओ शराबी क्या शराबी, दिल में जिसके गम न हो, लुट गया समझो शराबी, पास जिसके हम न हो। ओ साकी साकी रे साकी साकी, आवाज़ रह न जाए कोई ख्वाहिश बाकी। ओ साकी साकी रे साकी साकी, आवाज़ रह न जाए कोई ख्वाहिश बाकी। മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്, മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്. കനവില് വന്നോള് നീ കരളായി പോന്നോള്, കനവില് വന്നോള് നീ കരളായി പോന്നോള്. പരിണയരാവിൽ പവനൊരുകുമ്പോൾ ഹൃദയം തന്നോള്, ധനഹാ പെരുന്നാൾ ബാൻഡടി പോലെ ഉള്ളു കവർന്നോള്. പാട്ടുപെട്ടി പോൽ കൊഞ്ചിട്ട് എട്ടെന്ന് ചുറ്റിട്ടോള്, ഇനി കാത്തിരുന്നൊരാ നാളെത്തി, ഒട്ടിയൊട്ടിയിട നെഞ്ചുമുട്ടി കഥ തുടരും ഇതിവരുടെ കല്യാണം. അവർക്കിനി എന്നും പെരുന്നാള്, അനുഗ്രഹം വേണം പുണ്യാള. തന്നെ തിന്നത്തും ഒയ്യാരോ പയ്യാരോ പിന്നെ ചാട്ടടോ മക്കാറും ബുക്കാറും നാളെ ചാട്ടടോ നല്ലേ എല്ലേ എല്ലേ ഒത്തുകൂടലേ
torta de, torta katne merta de, apra part ke ve jorta le ya urta de, torta tukine torta de, torta katne merta de, apra part ke ve jorta le, ni joker na steady es, stotra na gadi es, local na party girte adno da dance, e batika da bande post parne de bam palchine vest utla mosu unda ast gunda na paste, jorta le ya urta de, torta tukine torta de, torta katne merta de, apra part ke ve jorta le ya urta de, torta tukine torta de, torta katne merta de, apra part ke ve jorta le. Hey, oh, hey, oh, hey, oh, hey, oh, hey, what the means, slice butter, what the means, my Malayan properties, Kai Malayan Roman dreams, cut promise, Mutta goes, fried rice, la Uttipo, the polar friends could Uttipo, the figuring and then a Duttikos, Uttipo, Evalakas, Mandala Chandava Illa chance, Mandala Kata the advantage, Chennai out of face, not Madras, local guys, Mana advice, Yarna, in the Valley Bavais, Pona, Maradra size, Yarna, Katakaila Kudu I. Torta le ya urta de, torta tukine torta de, karta katne merta de, apra part ke ve torta le ya urta de, torta tukine torta de, karta katne merta de, apra part ke ve torta le ni. Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir, I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand.